ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ വ്രതാനുഷ്ഠാനങ്ങളിലാണ്. റംസാൻ മാസത്തിൽ നോമ്പ് തുറയും വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, സാമുദായിക സംഘടനകൾ, സ്വകാര്യ വ്യക്തികളൊക്കെ അവരാൽ കഴിയുന്ന വിധത്തിൽ ആർഭാടമായിട്ട് നടത്തുന്നുമുണ്ട്. ഈ വ്രതാനുഷ്ഠാനത്തിൻ്റെ ശോഭ കെടുത്തുന്ന ഒന്നാണ് അത്യാർഭാടപൂർണമായിട്ടുള്ള ഇഫ്താർ വിരുന്നുകൾ എന്ന് ഒരാക്ഷേപമുണ്ട്. എങ്കിൽ പോലും ആരും അതിന് വലിയ ഗൗരവം കൊടുക്കുന്നില്ല. ഏതായാലും നോമ്പിനേക്കാൾ പ്രധാനം നോമ്പ് തുറയാണ് എന്ന മട്ടിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. മലപ്പുറത്ത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന മുജാഹിദുകളിലെ ഒരു ഗ്രൂപ്പ് സംഘടിപ്പിച്ച ഇഫ്താർ സൗഹൃദ സംഗമത്തിൽ നമ്മുടെ തവന്നൂർ MLA മുൻ മന്ത്രിയുമായ KT ജലീലിനെയും ക്ഷണിച്ചു. ജലീൽ സാഹിബ് അവിടെ പോവുകയും വളരെ വേദനയോടുകൂടി ചില കാര്യങ്ങൾ പറയുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞതിൽ പ്രധാനമായിട്ടും ഈ മുസ്ലിം കുട്ടികൾ, ചെറുപ്പക്കാർ അവരെങ്ങനെ വഴിതെറ്റിപ്പോകുന്നു എന്നതിനെക്കുറിച്ചാണ്. അദ്ദേഹം പറയുന്നത് ഈ മയക്കുമരുന്ന് കേസുകളിലൊക്കെ പ്രതിയാകുന്ന ആളുകൾ നല്ലൊരു ഭാഗം അല്ലെങ്കിൽ വലിയൊരു ഭാഗം മുസ്ലിങ്ങളാണ്. അവരെ എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു? കുട്ടിക്കാലം മുതൽക്ക് ധാർമ്മിക വിദ്യാഭ്യാസം ലഭിക്കുന്നവരാണ്, മദ്രസ വിദ്യാഭ്യാസം ലഭിക്കുന്നവരാണ്, ധർമാധർമ്മങ്ങളെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് ഉള്ളവരാണ് അല്ലെങ്കിൽ ഉണ്ടാകേണ്ടവരാണ്. പക്ഷേ അതൊന്നും ഉണ്ടാകുന്നില്ല. അദ്ദേഹം 10-12 കൊല്ലം ഒരു കോളേജിൽ അധ്യാപകനായിരുന്ന ആളാണ്. ഈ യാതൊരു ധാർമ്മിക വിദ്യാഭ്യാസവും ലഭിക്കാത്ത, മതവിദ്യാഭ്യാസം ലഭിക്കാത്ത ഹിന്ദു കുട്ടികളെക്കാൾ അച്ചടക്കം കുറഞ്ഞവരാണ്, അദ്ദേഹത്തിൻ്റെ ഭാഷ പറഞ്ഞാൽ അമറില്ലാത്തവരാണ് മുസ്ലിം കുട്ടികൾ. അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. മദ്രസ വിദ്യാഭ്യാസം പരിഷ്കരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി പറയുന്നുണ്ട്. മദ്രസകളാണ് നല്ല പൗരന്മാരെ വാർത്തെടുക്കേണ്ടത്, നല്ല മുസ്ലിങ്ങളെ വാർത്തെടുക്കേണ്ടത്. അതിൻ്റെ സിലബസും കരിക്കുലവും ആവശ്യമാണെങ്കിൽ പരിഷ്കരിക്കണം. പിന്നെ മതപ്രസംഗത്തെക്കുറിച്ചും അദ്ദേഹത്തിന് തീരെ മതിപ്പില്ല. ലക്ഷക്കണക്കിന് ഉറുപ്പിക പ്രതിഫലം വാങ്ങിയിട്ടാണ് പല മുസ്ലിയാക്കന്മാരും മൗലവിമാരും മതപ്രസംഗം നടത്തുന്നത്, വയൾ നടത്തുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇതൊക്കെ സ്വയം വിമർശനപരമായിട്ട് പറയുന്നതാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ വീഡിയോ കണ്ട ആർക്കും അദ്ദേഹം അനുഭവിക്കുന്ന വലിയ ധാർമ്മികമായിട്ടുള്ള വേദന ആ മുഖത്തുനിന്ന് വായിച്ചെടുക്കാൻ പറ്റും. സ്വരത്തിൽ നിന്ന് നമുക്ക് അത് വേർതിരിച്ചെടുക്കാൻ കഴിയും. ഏതായാലും ജലീൽ ഇങ്ങനൊരു പ്രസംഗം നടത്തിയപ്പോൾ മുസ്ലിം സമുദായത്തിലുള്ള മൗലവിമാരും മുസ്ലിയാക്കന്മാരും സമുദായ നേതാക്കന്മാരും അതുപോലെ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ മാധ്യമങ്ങളൊക്കെ ഇദ്ദേഹത്തെ അഭിനന്ദിക്കും. ഈ യുവതലമുറയ്ക്ക് വഴി കാണിച്ചു കൊടുക്കുന്ന ഒരു പുതിയ അവതാരമായിട്ട് ഇദ്ദേഹത്തെ അംഗീകരിക്കും എന്നായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം വിചാരിച്ചത്. പക്ഷേ സംഭവിച്ചത് മറിച്ചാണ്. സുന്നികളും മുജാഹിദുകാരും പ്രത്യേകമായിട്ട് ഇദ്ദേഹത്തിന് യാതൊരു വിവരവുമില്ലെന്നും മുസ്ലിം കുട്ടികൾ മയക്കുമരുന്ന് അങ്ങനെ ഉപയോഗിക്കുന്നില്ലെന്നും ഇദ്ദേഹം സമുദായത്തെ തന്നെ കൊച്ചാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള അസംബന്ധ പ്രചാരണങ്ങൾ നടത്തുന്നത്. പുള്ളി മാർക്സിസ്റ്റ് സഹയാത്രികനായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ ആരോപണം ഉന്നയിച്ചു. അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അതിന് തുടർന്ന് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ജീവിതകാലത്ത് ഒരിക്കലും ഒരു സിഗരറ്റ് വലിച്ചിട്ടില്ല, ബീഡി വലിച്ചിട്ടില്ല, കഞ്ചാവിൻ്റെ സ്മെല്ല് എനിക്കറിയില്ല, കോളേജിൽ പഠിക്കുമ്പോഴും ഇല്ല, ഇപ്പോഴും ഇല്ല. അങ്ങനെ ചെയ്യാതിരിക്കാൻ എന്നെ പ്രാപ്തനാക്കിയത് മദ്രസ വിദ്യാഭ്യാസമാണ്. ഇപ്പോൾ അങ്ങനെ സംഭവിക്കുന്നില്ല. ഇദ്ദേഹം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, എന്ത് ഡാറ്റ വച്ചിട്ടാണ് പുള്ളി ഇങ്ങനെ മുസ്ലിങ്ങളെ അപേക്ഷിച്ച് മയക്കുമരുന്ന് കേസിൽ പ്രതികളാകുന്നു എന്ന് പറഞ്ഞു എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് അദ്ദേഹം കൊടുക്കുന്ന ഉത്തരം, ഈ സമീപകാലത്ത് മലയാള മനോരമ പത്രം പരിശോധിച്ചു, 200ഓളം കേസുകളിൽ, പിടിക്കപ്പെട്ട കേസുകളിൽ ഏതാണ്ട് 61% മുസ്ലിം യുവാക്കളാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, ഈ മുസ്ലിം യുവാക്കളോടൊപ്പം പിടിക്കപ്പെടുന്ന യുവതികൾ ഏത് വിഭാഗക്കാരാണെന്നും കൂടി നോക്കിയിരുന്നെങ്കിൽ പുള്ളിക്ക് ഏതാണ്ട് പാലാ മെത്രാൻ്റേതിനോട് തുല്യമായ അല്ലെങ്കിൽ അതിനോട് അടുത്ത് നിൽക്കുന്നൊരു അഭിപ്രായം ഉണ്ടായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. ഏതായാലും അതിലേക്ക് അദ്ദേഹം പോയില്ല. അല്ലാതെ തന്നെ അദ്ദേഹത്തെ ഈ PC ജോർജിൻ്റെയോ അല്ലെങ്കിൽ പാലാ മെത്രാൻ കല്ലറങ്ങാട്ട് പിതാവിൻ്റെയോ അതുമല്ലെങ്കിൽ നമ്മുടെ ടെഹൽക്ക എഡിറ്ററായിരുന്ന മാത്യു സാമുവലിൻ്റെയൊക്കെ ഗണത്തിൽ ആളുകൾ ചേർത്തു. ഇദ്ദേഹത്തിനെതിരെ വലിയ ആക്ഷേപമുണ്ടായി. എല്ലാത്തിനും വലിയ അധിക്ഷേപം നടത്തുന്നത് നമ്മുടെ അടുപ്പൂട്ടി ചർച്ചക്കാരാണ്. ഇദ്ദേഹത്തിന് യാതൊരു വിവരമില്ലെന്നും മുസ്ലിങ്ങൾ കൂടുതലായി കേസിൽ പിടിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് പോലീസ് പക്ഷപാതപരമായിട്ട് പെരുമാറുന്നുണ്ട്, അല്ലെങ്കിൽ ഈ അമേരിക്കയിലും മറ്റുമൊക്കെ കറുത്ത വർഗ്ഗക്കാരും അതുപോലുള്ള ആളുകളും ഹിസ്പാനിക്കുകളൊക്കെ കൂടുതൽ കേസിൽ പ്രതിയാകുന്നവരുടെ ദാരിദ്ര്യം കൊണ്ടാണ്, നിവൃത്തികേട് കൊണ്ടാണ് എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങളുമായിട്ട് KT ജലീൽ പത്രവാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്.
ഈ മാത്രമല്ല ഈ പിടിക്കപ്പെട്ട ആളുകളൊക്കെ മദ്രസ വിദ്യാഭ്യാസം നേടിയവരാണെന്ന് ഇദ്ദേഹം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. മദ്രസയിൽ പോകാത്ത ആളുകളായിരിക്കില്ലേ ഈ ഇങ്ങനെ മയക്കുമരുന്ന് കേസിൽ പ്രതികളാകുന്നത് എന്നൊരു സംശയം അവർ മുന്നോട്ട് വെച്ചു. സത്യം പറഞ്ഞ് അടുപ്പൂട്ടി ചർച്ച കണ്ടപ്പോഴാണ് എനിക്ക് ജലീൽ പറഞ്ഞതിൻ്റെ ശരിക്കുള്ള സാങ്കത്യം മനസ്സിലായത്. ഇവരൊക്കെ എന്തിൻ്റെ പുറത്താണ് ഇങ്ങനെയുള്ള അഭിപ്രായം പറയുന്നതെന്ന് അറിയില്ല. പത്രവാർത്തകൾ ശ്രദ്ധിച്ചാൽ അദ്ദേഹം പറയുന്നത് ശരിയാണെന്ന് നമുക്ക് ഒരു ഏകദേശ ധാരണ തോന്നും. അദ്ദേഹത്തെ പോലെ ഈ പത്രവാർത്തകൾ എടുത്ത് അതിൽ ജാതിയും മതവും തിരിച്ചള കണക്കാനുണ്ടാക്കിയില്ല. ഇപ്പോൾ ഈ കളമശ്ശേരി പോളിടെക്നിക്കിലെ വിഷയത്തിൽ തന്നെ പിടിക്കപ്പെട്ടതിൽ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ തൊട്ട അയൽ ഗ്രാമക്കാരനാണ്. എനിക്ക് നന്നായിട്ട് അറിയുന്ന കുടുംബത്തിലെ ഒരു കുട്ടിയാണ്. 21 വയസ്സുള്ളൂ. അവനാണ് ഈ പോളിടെക്നിക്കിലെ ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിച്ചു കൊടുത്തതെന്നാണ് പോലീസ് പറയുന്നത്. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? നല്ല കുടുംബക്കാരനാണ്. ഇദ്ദേഹത്തിൻ്റെ വാപ്പയും ഉപ്പാപ്പയൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അവരാരും ഇങ്ങനെയുള്ള ഒരു തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവൃത്തികളിൽ ഒരു കാലത്തും ഏർപ്പെട്ടവരല്ല. എങ്ങനെ ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ പോയി? പക്ഷേ ജലീലുമായിട്ട് എനിക്കുള്ള ഒരേ ഒരു കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം, ഈ പണത്തിനോടുള്ള ആർത്തി കൊണ്ടാണ് കുട്ടികൾ വഴിതെറ്റി പോകുന്നതെന്ന് അദ്ദേഹം പറയുന്നു. മയക്കുമരുന്നിനെ സംബന്ധിച്ചുള്ളെങ്കിൽ അങ്ങനെ ആവും എന്നെനിക്ക് തോന്നുന്നില്ല. ഈ മയക്കുമരുന്നിൻ്റെ കാരിയേഴ്സ് ഇത് എത്തിച്ചു കൊടുക്കുന്നവർ മിക്കവരും തന്നെ മയക്കുമരുന്ന് ഉപയോഗിച്ച് ശീലിച്ചവരാണ്. അവർ കൂടുതൽ മയക്കുമരുന്ന് ഉപയോഗിക്കാനും കൂടുതൽ പേരിൽ എത്തിച്ചു കൊടുക്കാനുള്ള ഒരു സേവന വ്യഗ്രത കൊണ്ടുമാണ് ഈ പരിപാടിയിൽ ചെന്ന് പെടുന്നത്. മുസ്ലിം യുവാക്കൾ മാത്രമല്ല, മറ്റു സമുദായക്കാരുമുണ്ട്, യുവതികളുമുണ്ട്. ഇതിൽ പ്രതികളായിട്ട് പിടിക്കപ്പെടുന്ന ആളുകളുടെ ചിത്രം ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും. അവരുടെ അപ്പോഴത്തെ മാനസിക ആരോഗ്യ നില എന്താണ്, അവരുടെ ശാരീരിക ആരോഗ്യസ്ഥിതി എന്താണെന്നുള്ളത്. അത്രയും അപശരാണിവർ. അവരുടെ മുഖമൊക്കെ തന്നെ വ്യക്തമാണ്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളെ പോലെയല്ല, അല്ലെങ്കിൽ മറ്റ് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകളെ പോലെയല്ല. അവരൊക്കെ സ്ഥിരമായിട്ട് ഇത് ഉപയോഗിച്ച് ശീലിച്ചവരാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് മദ്രസ വിദ്യാഭ്യാസത്തിൻ്റെ കുഴപ്പമല്ല. ഈ എല്ലാ മദ്രസയിലും ഇത് വേറൊരു കാര്യമുണ്ട്. ഈ ക്രിസ്തു മതത്തിലെ ഹിന്ദു മതത്തിലെ പോലെയല്ല. മദ്യം ഉപയോഗിക്കാൻ പാടില്ല എന്ന് ചെറുപ്പം മുതലേ ശീലിപ്പിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞ് പഠിപ്പിക്കുന്ന മതമാണ്. മദ്യപാനം മഹാപാപമാണ് എന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. എന്നിട്ടും കുട്ടികളിങ്ങനെ പോകുന്നത് അത് മദ്രസയിലെ മുസ്ലിയാരുടെ കുഴപ്പമല്ല. നമ്മുടെ സാമൂഹ്യ സാഹചര്യങ്ങൾ അങ്ങനെ ആയിപ്പോയതുകൊണ്ടാണ്. എല്ലാ വിദ്യാലയത്തിൻ്റെയും ചുറ്റുവട്ടത്ത് ഈ സ്റ്റാമ്പ് വിൽക്കുന്ന ആളുകൾ കാത്തുനിൽപ്പുണ്ട്, കുട്ടികളെ കാത്ത്. ഈ സ്റ്റാമ്പ് വിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചുള്ള ഹിന്ദു കുട്ടി, മുസ്ലിം കുട്ടി, ക്രിസ്ത്യൻ കുട്ടി അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. ഇനി യഹൂദ കുട്ടിയോ ബുദ്ധമത കുട്ടിയോ ആയാലും അവർ സ്റ്റാമ്പ് വിൽക്കും, കുട്ടികൾ മേടിച്ച് ഉപയോഗിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ നിയന്ത്രിക്കാനും പോലീസിനെ കാര്യക്ഷമമാക്കാനുമാണ് സത്യത്തിൽ ജലീൽ സാഹിബ് അവിടെ ഉത്ബോധിപ്പിക്കേണ്ടിയിരുന്നത്. മുസ്ലിം കുട്ടികളുടെ വിദ്യാഭ്യാസപരവും ധാർമ്മികമായിട്ടുള്ള ഉയർച്ചയിൽ അദ്ദേഹത്തിനുണ്ടാകുന്ന താല്പര്യം നമുക്ക് മനസ്സിലാവും. പക്ഷേ അതിലുപരി ഇതൊരു സാമൂഹ്യ പ്രശ്നമാണ്. ഇത് അതിനേക്കാളും വലിയ ഒരു ക്രമസമാധാന പ്രശ്നമാണ്. പോലീസ് കാര്യക്ഷമമാകുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. എക്സൈസും പോലീസും ഒത്തൊരുമിച്ച് ശ്രമിച്ചാൽ ഈ മയക്കുമരുന്നിൻ്റെ ഒഴുക്ക് വലിയൊരളവ് വരെ തടയാൻ കഴിയും. അല്ലാണ്ട് മദ്രസയിലെ കരിക്കുലവും സിലബസും മാറ്റുന്നതുകൊണ്ട് മയക്കുമരുന്നിൻ്റെ ഉപയോഗം ഇല്ലാതാക്കാൻ പറ്റില്ല. കാരണം മദ്രസ കഴിഞ്ഞിട്ട് കുട്ടികൾ പിന്നെ പല മേഖലകളിലും വ്യാപരിക്കുന്നുണ്ട്, പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പല സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്നുണ്ട്. എല്ലാ മേഖലയിലും മയക്കുമരുന്ന് വളരെ സുലഭമാണ്, ലഭ്യമാണ്. കുട്ടികളത് ഉപയോഗിക്കുന്നു എന്നുള്ളത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുപാടുകൾ അങ്ങനെയായി പോയതുകൊണ്ടാണ്. അപ്പോൾ ജലീലിൻ്റെ അഭിപ്രായത്തോട് ഭാഗികമായിട്ട് മാത്രമേ ഞാൻ യോജിക്കൂ. ഇതിൻ്റെ പരിഹാരമാർഗം അദ്ദേഹം പറഞ്ഞതല്ല, അത് മറ്റു സ്ഥലങ്ങളിലാണ് നമ്മൾ അന്വേഷിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.